കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായ നഴ്സിംഗ് സമൂഹത്തിന്റെ തൊഴിൽ സാഹചര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങൾ സർക്കാർ തലത്തിൽ അണിയറയിൽ ഒരുങ്ങുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ജോലി ആഴ്ചയിൽ 5 ദിവസമാക്കുന്നതിനുള്ള ആലോചനകൾക്കൊപ്പം തന്നെ നഴ്സുമാരുടെ ജോലി സമയം ക്രമീകരിക്കുന്നതിനായുള്ള ആരോഗ്യവകുപ്പിന്റെ പുതിയ നിർദ്ദേശങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴി തെളിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ ദശാബ്ദങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെ ഭാഗികമായ അംഗീകാരമായി ഇതിനെ കാണാമെങ്കിലും ഇതിലെ ചില വ്യവസ്ഥകൾ നഴ്സുമാർക്കിടയിൽ തന്നെ ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പുതിയ നിർദ്ദേശപ്രകാരം ആശുപത്രികളിൽ നിലവിലുള്ള അശാസ്ത്രീയമായ ഷിഫ്റ്റ് രീതികൾക്ക് പകരം ശാസ്ത്രീയമായ 3 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കാൻ സർക്കാർ നിർദ്ദേശിക്കുന്നു. സാധാരണഗതിയിൽ 8 മണിക്കൂർ വീതമുള്ള 3 ഷിഫ്റ്റുകളാണ് ആഗോളതലത്തിൽ പിന്തുടരുന്നത്. എന്നാൽ കേരളത്തിലെ പുതിയ നിർദ്ദേശത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. പകൽ ഷിഫ്റ്റുകൾ രാവിലെയും ഉച്ചയ്ക്കുമായി തുടങ്ങുന്ന ഷിഫ്റ്റുകൾ 8 മണിക്കൂർ വീതമായിരിക്കും. രാത്രി ഷിഫ്റ്റ് വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തുടർച്ചയായ 12 മണിക്കൂർ ജോലി. ആഴ്ചയിലെ ആകെ സമയം ഒരു നേഴ്സ് ആഴ്ചയിൽ പരമാവധി 48 മണിക്കൂർ ജോലി ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. രാത്രി ഷിഫ്റ്റ് 12 മണിക്കൂറായി നിശ്ചയിച്ചത് നേഴ്സുമാരുടെ ശാരീരിക ക്ഷമതയെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. തുടർച്ചയായ 12 മണിക്കൂർ അതീവ ജാഗ്രത വേണ്ട രോഗപരിചരണത്തിൽ ഏർപ്പെടുന്നത് നേഴ്സുമാരുടെ പിഴവുകൾക്ക് കാരണമായേക്കാമെന്നും ഇത് രോഗികളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുവജനക്ഷേമ നിയമസഭാ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയാണ് ആരോഗ്യവകുപ്പ് ഈ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. നേഴ്സുമാരുടെ തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമിതി ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. കേവലം ജോലി സമയം മാത്രമല്ല, നേഴ്സുമാരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മറ്റ് പല ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 50 വയസ്സ് കഴിഞ്ഞ നേഴ്സുമാരെ നിർബന്ധിത രാത്രി ഷിഫ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം മാനുഷികമായ ഒരു വലിയ ചുവടുവയ്പ്പാണ്. പ്രായമേറുമ്പോൾ രാത്രികാലങ്ങളിൽ തുടർച്ചയായി ജോലി ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാലാണ് ഈ ഇളവ്. 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഓവർടൈം വേതനമോ അല്ലെങ്കിൽ പകരം അവധിയോ നൽകണം. നിലവിൽ പല സ്വകാര്യ ആശുപത്രികളും ഓവർടൈം ജോലി എന്നത് ശമ്പളമില്ലാത്തൊരു ബാധ്യതയായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ നിർദ്ദേശം ഏറെ പ്രസക്തമാണ്. ജോലി സമയത്തിനപ്പുറം നേഴ്സുമാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ചില നിർണായക നിർദ്ദേശങ്ങൾ കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന നേഴ്സുമാർക്ക് ഹോസ്റ്റൽ സൗകര്യമോ അല്ലെങ്കിൽ രാത്രി ഷിഫ്റ്റുകൾക്ക് ശേഷം വീട്ടിലെത്താൻ സുരക്ഷിതമായ വാഹന സൗകര്യമോ ആശുപത്രികൾ ഉറപ്പാക്കണം. തങ്ങളുടെ ആവശ്യങ്ങൾക്കായി സമരങ്ങളിലോ പ്രതിഷേധങ്ങളിലോ പങ്കെടുക്കുന്ന നേഴ്സുമാരുടെ മാനേജ്മെന്റുകൾ പ്രതികാരബുദ്ധി കാണിക്കരുത്. അച്ചടക്ക നടപടിയുടെ പേരിൽ പിരിച്ചുവിടുന്നതോ പീഡിപ്പിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും വലിയ തടസ്സം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ നിലപാടായിരിക്കും. ലാഭവിഹിതം കുറയുമെന്ന കാരണത്താൽ ഷിഫ്റ്റ് സമ്പ്രദായം മാറ്റാനോ അധിക ജീവനക്കാരെ നിയമിക്കാനോ ഇവർ തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. 3 ഷിഫ്റ്റ് നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ നേഴ്സുമാരെ നിയമിക്കേണ്ടി വരും. ഇത് ശമ്പള ഇനത്തിൽ വലിയ ബാധ്യത ഉണ്ടാക്കുമെന്ന് മാനേജ്മെന്റുകൾ വാദിക്കുന്നു. സർക്കാർ ഉത്തരവ് ലംഘിക്കുന്ന ആശുപത്രികളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് കണ്ടറിയണം. നഴ്സിംഗ് സംഘടനകൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും 12 മണിക്കൂർ നൈറ്റ് ഷിഫ്റ്റ് എന്ന നിബന്ധനയോട് കടുത്ത വിയോജിപ്പിലാണ്. ആഗോള നിലവാരം അനുസരിച്ച് 8 മണിക്കൂർ ജോലി എന്ന തത്വം ഇവിടെ ലംഘിക്കപ്പെടുന്നു. രാത്രികാലങ്ങളിൽ വിശ്രമമില്ലാതെ 12 മണിക്കൂർ ജോലി ചെയ്യുന്നത് നേഴ്സുമാരുടെ അകാല വാർദ്ധക്യത്തിലേക്കും മറ്റ് രോഗങ്ങളിലേക്കും തള്ളിവിടുമെന്നും അവർ ഭയപ്പെടുന്നു. സർക്കാർ ജീവനക്കാർക്ക് 5 ദിവസത്തെ പ്രവൃത്തി ആഴ്ച നടപ്പിലാക്കുമ്പോൾ ആരോഗ്യ മേഖലയിലെ ഈ മാറ്റങ്ങൾ നേഴ്സുമാർക്ക് ഇരട്ടി പ്രഹരമാകരുതെന്ന വികാരം ശക്തമാണ്. അതിനാൽ തന്നെ ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് മുൻപ് നഴ്സിംഗ് സംഘടനകളുമായി മുഖ്യമന്ത്രിയുടെയോ ആരോഗ്യമന്ത്രിയുടെയോ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി സമയക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും അനിവാര്യമാണ്. ലോകമെമ്പാടും കേരളത്തിലെ നേഴ്സുമാർ പ്രശംസിക്കപ്പെടുമ്പോൾ സ്വന്തം നാട്ടിൽ അവർ നേരിടുന്ന തൊഴിൽ വിവേചനം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പുതിയ പരിഷ്കാരങ്ങൾ മികച്ച ലക്ഷ്യത്തോടെയുള്ളതാണെങ്കിലും അവ പ്രായോഗിക തലത്തിൽ നേഴ്സുമാരെ ദ്രോഹിക്കുന്നതാകരുത്. നേഴ്സുമാരുടെ ജോലി സമയം 48 മണിക്കൂറായി നിജപ്പെടുത്തുന്നതും 50 വയസ്സ് കഴിഞ്ഞവർക്ക് രാത്രി ഷിഫ്റ്റിൽ ഇളവ് നൽകുന്നതും സ്വാഗതാർഹമായ തീരുമാനങ്ങളാണ്. എന്നാൽ രാത്രി ഷിഫ്റ്റ് 12 മണിക്കൂറായി തുടരുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. സ്വകാര്യ മാനേജ്മെന്റുകളുടെ ലാഭക്കണ്ണും നേഴ്സുമാരുടെ അവകാശങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ സർക്കാർ നേഴ്സുമാരുടെ പക്ഷത്ത് നിൽക്കുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. ഈ നിയമങ്ങൾ കടലാസിൽ ഒതുങ്ങാതെ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനങ്ങളിലൂടെ നടപ്പിലാക്കിയാൽ മാത്രമേ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നീതി ലഭിക്കൂ. നഴ്സിംഗ് ജോലി സമയ ക്രമീകരണത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരങ്ങൾ രോഗപരിചരണത്തിന്റെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുന്നവയാണ്. 3 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കുന്നതിലൂടെ നേഴ്സുമാരുടെ അമിതമായ ജോലിഭാരം കുറയുന്നത് രോഗികൾക്ക് മികച്ച പരിചരണം ലഭിക്കാൻ സഹായിക്കും. ക്ഷീണിതരായ ഒരു നേഴ്സിനേക്കാൾ ഊർജ്ജസ്വലരായ ഒരു നേഴ്സിന് രോഗിയുടെ ആവശ്യങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയും.
ഇത് ചികിത്സാ പിഴവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. രാത്രി ഷിഫ്റ്റ് 12 മണിക്കൂറായി നിശ്ചയിച്ചത് രോഗികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. തുടർച്ചയായി 12 മണിക്കൂർ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ ഏകാഗ്രത കുറയാനും ശാരീരിക തളർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. മരുന്നുകൾ നൽകുന്നതിലോ നിരീക്ഷണത്തിലോ ഉണ്ടാകുന്ന ചെറിയ അശ്രദ്ധ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ചും തീവ്രപരിചരണ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഇത് അതീവ നിർണായകമാണ്. ഷിഫ്റ്റുകൾ മാറുമ്പോൾ രോഗികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിൽ ചെറിയ പിഴവുകൾ ഉണ്ടാകാറുണ്ട്. പുതിയ പരിഷ്കരണം വഴി ഷിഫ്റ്റുകളുടെ എണ്ണം ശാസ്ത്രീയമായി ക്രമീകരിച്ചാൽ ഇത്തരം ആശയവിനിമയ വിടവുകൾ കുറയ്ക്കാനാകും. നേഴ്സുമാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ലഭിക്കുന്നത് അവരുടെ മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സന്തോഷവാനായ ഒരു നേഴ്സിന് രോഗികൾക്ക് മികച്ച മാനസിക പിന്തുണ നൽകാൻ സാധിക്കും. ചുരുക്കത്തിൽ, രാത്രി ഷിഫ്റ്റിലെ സമയദൈർഘ്യം ശാസ്ത്രീയമായി പുനഃക്രമീകരിച്ചാൽ മാത്രമേ ഈ പരിഷ്കാരം രോഗികൾക്ക് പൂർണ്ണമായും ഗുണകരമാകൂ.